റഷ്യ യുക്രൈൻ വെടിനിർത്തൽ കരാറിനായി ശ്രമിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. എത്രയും വേഗം അവർ തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാക്കി താൻ ഈ ലോകത്തെ ഏറ്റവും വിനാശകരമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപിന് പറയണം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇവർ തമ്മിലാണ് കളങ്കമില്ലാത്ത സൗഹൃദമുള്ളത് എന്നാണ് ലോക രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക ഇന്ത്യയിലേക്ക് കണ്ണുവയ്ക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം റഷ്യ അതിൻ്റെ സൗഹൃദ രാജ്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. റഷ്യയുമായി യുദ്ധത്തിലിരിക്കുന്ന യുക്രൈനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും സന്തുലിതമാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇന്ത്യ തുടക്കം മുതൽ തന്നെ നിഷ്പക്ഷത പാലിക്കുന്നു എന്ന് പറയുന്നൊരു രാജ്യമാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാനും ഇരിക്കുകയാണ്. മാത്രമല്ല, സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ സന്ദേശം ഇന്ത്യയിലെ യുക്രൈനിയൻ അംബാസഡർ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം വാഷിംഗ്ടൺ അല്ല, ന്യൂഡൽഹിയാണ് സമാധാന കരാറിനായി വേദിയാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുതിയൊരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യുക്രൈൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേന്ന് ഡൽഹിയിലെ കുത്തബ് മിനാർ യുക്രൈനിയൻ പതാകയുടെ നിറങ്ങളിൽ പ്രകാശിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ഭാവി തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് യുക്രൈനിയൻ അംബാസഡർ ഒലക്സാണ്ടർ പോളിഷ്ചുക് പറഞ്ഞു. പ്രധാനമന്ത്രി മോദി യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ഇരുപക്ഷവും നിലവിൽ തീയതി നിശ്ചയിക്കുന്നതിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റ് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വർഷാവസാനം പുടിനും ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിൻ്റെ നടപടിയെ യുക്തിരഹിതം എന്ന്, അതായത് ഈ 50% താരിഫ് എന്ന് പറയുന്ന നടപടിയെ യുക്തിരഹിതമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ ആ ഒരു പ്രസ്താവനയെ പുടിൻ പിന്തുണച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയും US തമ്മിലുള്ള സാധ്യമായ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല എന്ന് കൃത്യമായി മന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താല്പര്യങ്ങൾക്കായി സർക്കാർ നിലകൊള്ളുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിദേശ ശൈലി മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും ജയശങ്കർ പറഞ്ഞു. ഇപ്പോഴിതാ അമേരിക്കയിൽ മുഴുവൻ ചർച്ചയാകുന്നത് ട്രംപിൻ്റെ നയങ്ങളെ പാളിയിരിക്കുകയാണ്. കാരണം പുടിനും സെലൻസ്കിയും ഒരു രാജ്യത്ത് ഒരുമിച്ച് വരാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു സമാധാന കരാർ പിറക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ചോദ്യം. അമേരിക്ക എന്ത് വില കൊടുത്തും ഇതിന് തടയിടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ട്രംപിൻ്റെ സകല ഇമേജും തകരും എന്നുള്ളത് കൊണ്ടാണ്. ഇനി ട്രംപ് എന്ത് കളിയാണ് ഇതിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോക രാജ്യങ്ങൾ നോക്കിയിരിക്കുന്നത്. സെലൻസ്കിയെ വിളിച്ച് വിരട്ടുമോ, അല്ലെങ്കിൽ യുക്രൈനെ കൈവിടുമോ, ഇന്ത്യയിലേക്ക് സെലൻസ്കി വരാതിരിക്കാനുള്ള പഠിച്ച പണി 18 ട്രംപ് പയറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.